ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ ഡയറീസ് ബൈ കൃഷ്ണ. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ നാളുകളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീഡിയോ എടുക്കുക, അതിൻ്റെ എഡിറ്റ് ചെയ്യുക, അപ്പോൾ ഇതൊരു ലോങ് പ്രോസസ്സാണല്ലോ, കുറേ സമയം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇടുന്നതിനനുസരിച്ചുള്ള വ്യൂസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ കമൻറ്റുകളും കാര്യങ്ങളും ആരും ചെയ്യുന്നില്ല, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് വീഡിയോ ഇട്ട് ബാക്കിയുള്ളവർക്കും കൂടെ നമ്മളൊരു ഇത് കൊടുക്കുന്നത് എന്നുള്ളത് ഒരു ചിന്താഗതിയിലായിരുന്നു. പക്ഷെ ചില ആൾക്കാർ പറഞ്ഞു, നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണാറുണ്ട്, അവർ കമൻറ്റ് ചെയ്യാറില്ലെങ്കിലും കാണാറുണ്ട് എന്നൊക്കെ ഉള്ള ഇത് പറയുന്നു. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത് അപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊരു പ്രത്യേക രീതിയിലാണ്. ഇത് കൽപ്പാത്തി രഥോത്സവം നമ്മൾ വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ച് ചെന്നെത്തിപ്പെട്ട ഒരു സ്ഥലമാണ് കൽപ്പാത്തി. അപ്പം ഇതിൽ പോയൊരു കഥ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥ ഞങ്ങൾ പറയട്ടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി അസ്വസ്ഥമായിരുന്നു. അത് കാരണം ഒരു 2 ദിവസം ലീവ് എടുത്തു. കൽപ്പാത്തിക്ക് പോകണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെയാണ് നമ്മൾ ലീവ് എടുത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പാത്തി രഥോത്സവം തീരുന്നതിൻ്റെ, അതായത് ഞായറാഴ്ച കൽപ്പാത്തി രഥോത്സവം തീർന്നു. അതിൻ്റെ തലേ ദിവസം രാത്രി ഒരു 9:30 ആയപ്പോഴത്തേക്ക് നമുക്ക് കൽപ്പാത്തിക്ക് പോയാലോ എന്നുള്ളൊരു ഐഡിയ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്ത് ബൈക്കിന് പോകാം. ബൈക്കിനാണ് ഞങ്ങളുടെ പൊതുവെയുള്ള എല്ലാ യാത്രകളും നമ്മൾ ബൈക്കിലാണ് ചെയ്യാറുള്ളത്. അപ്പം ബൈക്കിന് പോകാം എന്നുള്ളൊരു ഐഡിയയായി. അപ്പം ബൈക്കിന് പോകാമെന്ന് പറഞ്ഞിട്ടിരുന്നപ്പോഴത്തേക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട് എനിക്കും നമ്മുടെ പാർട്ട്ണറിനും ചെറിയൊരു കോൾഡുള്ളത് കാരണം നമ്മൾ ബൈക്കിന് പോയാൽ ശരിയാകില്ല എന്നുള്ളൊരു ചിന്ത. അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ KSRTCയുടെ സ്റ്റേഷൻ്റെ സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്തു, ഏതെങ്കിലും വണ്ടിയിൽ സീറ്റ് ഒഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കാണ് 10:30 KSRTC ഷിഫ്റ്റിന് പാലക്കാടേക്കുള്ള വണ്ടിക്ക് ടിക്കറ്റ് അവൈലബിൾ ആണെന്ന് കണ്ട കേട്ടോ. അങ്ങനെ നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പുറത്തായിരുന്നു, വീട്ടിൽ വന്ന് നേരെ വന്ന് ബാഗ് പാക്ക് ചെയ്തു, നേരെ KSRTC സ്റ്റാൻഡിൽ ചെന്ന് അവിടെ നിന്ന് നേരെ ബസ്സിന് കയറി കൽപ്പാത്തി രഥോത്സവം. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഇവിടെ സാധിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ പോകണം എന്ന് കരുതുന്ന ഒരു രഥോത്സവമാണ് കേട്ടോ. ഇനി ഓവറോൾ കൽപ്പാത്തിയെക്കുറിച്ചുള്ള ഒരു ഇത് പറയാം. കൽപ്പാത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് വൈകുന്നേരമുള്ള ദേവരഥ സംഗമം എന്ന് പറയുന്ന മെയിനായിട്ടുള്ളൊരു പരിപാടി. അതായത് ബാക്കിയുള്ള 3 ദിവസങ്ങളിലും എല്ലാ സ്ഥലത്തെയും രഥം എഴുന്നള്ളിച്ച ശേഷം ഈ എല്ലാ രഥങ്ങളും കൂടെ ഒന്നിച്ചു ചേരുന്ന ഒരു കൺസെപ്റ്റാണ് ദേവരഥ സംഗമം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒരുപാട് ആൾക്കാർ, ഒരു ജനസാഗരം തന്നെ, ജനനിബിഡം തന്നെയായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർ ഈ ഒരു പരിപാടി കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കാരണം നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു, നല്ല ഇടിയും കിട്ടി, നല്ല ശരീരം നല്ല പഞ്ചറായിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു പരിപാടിക്ക് പോയിട്ട് എന്തോ ഒരു കോർഡിനേഷൻ കുറവ് അവിടെ നമുക്ക് ഫീൽ ചെയ്തു. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ ആവേശവും അതുപോലെ തന്നെ രഥം വലിക്കാനുള്ള ആ ഒരു ഇതും ആജാനുബാഹുവായിട്ടുള്ള ഒരു രീതിയിലാണ് രഥം വലിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. അത്രയും എഫോർട്ട് എടുത്താണ് അവർ ഈ ഒരു രഥോത്സവം സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രഥത്തിൻ്റെ അലങ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം കാണാനുള്ള നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു സന്ധ്യാനേരത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനി തുടർന്നും വീഡിയോസ് ചെയ്യും. ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഇതിവിടെ നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ആ രഥത്തിൻ്റെ ചെറിയൊരു വിഷ്വൽസും കാര്യങ്ങളും, അത് പോകുന്നതിൻ്റെ ഒരു വിഷ്വൽസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്
ഞങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഒരുപാട് വീഡിയോസ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇടാതെ എടുത്ത് വെച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസുണ്ട്. ഞങ്ങൾ മാക്സിമം ആ വീഡിയോസ് എല്ലാം ഇടാൻ ശ്രമിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നു. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയ്ക്ക് കമൻറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അത് കാണുമ്പോഴത്തേക്കാണ് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ബൈ ബൈ, സൈനിങ് ഓഫ് ട്രാവൽ ഡയറീസ് ബൈ കൃഷ്ണ.